ആർക്കൊക്കെയാണ് ഈ സംവിധാനത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്? എന്താണ് ഇതിനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് യോഗ്യത. എന്താണ് യോഗ്യത? വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടെങ്കിലും 10,000 രൂപയുടെ സ്വന്തം ചെലവുകൾ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സംവിധാനത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാം എല്ലാ മാസവും എന്തൊക്കെ ചെലവുകളാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് എന്നുള്ളത്. ഇതെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു മാസം തന്നെ 10,000 രൂപയുടെ ചെലവ് എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ മാസ ചെലവല്ല കമ്പനിയോട് പറയുന്നത്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ 10,000 രൂപ ചെലവഴിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം അത്യാവശ്യമുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മാസ ചെലവ് തന്നെ 10,000 രൂപ ഉണ്ട്. പക്ഷെ കമ്പനി പറയുന്നു ഒരു വർഷം കൊണ്ടെങ്കിലും നിങ്ങൾ 10,000 രൂപയുടെ ചെലവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം ഇത് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിലൂടെ സാധ്യമാകുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മുടെ ചെലവുകളെ ഒന്ന് പഠിക്കുകയാണ്. മാൻഡേറ്ററി മന്ത്ലി എക്സ്പെൻസസ്. നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള മന്ത്ലി എക്സ്പെൻസുകളുണ്ട്. എല്ലാ മാസവും ആ കാര്യം നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധിത ചെലവുകൾ, മാസ ചെലവുകൾ ഉണ്ട്. അതുപോലെ തന്നെ മാൻഡേറ്ററി ബട്ട് ഒക്കേഷണൽ എക്സ്പെൻസസ്. നിർബന്ധമാണ്, പക്ഷെ എല്ലാ മാസവും ചെയ്യണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന ചെലവുകളുണ്ട്. അതുപോലെ ഒക്കേഷണൽ എച്ച് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി, പക്ഷെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ഏണിംഗ് എക്സ്പെൻസുകൾ, നമുക്ക് സമ്പാദിക്കേണ്ടി വരുന്ന അതിനുള്ള ചെലവുകൾ, ഇൻഷുറൻസ് പോലെയൊക്കെ ഉള്ള, അത് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന സംഭവമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ട്. ഈ ചെലവുകളെല്ലാം നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മാൻഡേറ്ററി മന്ത്ലി എക്സ്പെൻസ് ആയാലും, മാൻഡേറ്ററി എന്നാൽ ഒക്കേഷണൽ എക്സ്പെൻസുകളായാലും, ഒക്കേഷണൽ ആണെങ്കിലും, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് ആയാലും, ഏണിംഗ് എക്സ്പെൻസുകളായാലും ഒക്കെ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പേ ചെയ്തതിന് ശേഷം അതിനെ മറക്കുകയാണ് ചെയ്യാറുള്ളത്. നിലവിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഗ്ലോബൽ കാറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെലവുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇനി മറക്കുകയല്ല ചെയ്യുന്നത്. അതിലൂടെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്കുകളും റിവാർഡുകളും ലഭ്യമാവുകയാണ്. ഈ പറഞ്ഞ ചെലവുകളെല്ലാം ഗ്ലോബൽ ഗാർണർ ഇല്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇനി അവയെല്ലാം ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചെലവാക്കിയ തുക മുഴുവനും ക്യാഷ് ബാക്ക് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം ധാരാളം റിവാർഡുകൾ നമുക്ക് നേടാൻ കഴിയും. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ്പെൻസ് ഈസ് ദ ന്യൂ ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ബാങ്കുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഷുറൻസുകളിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ നമ്മൾ പണമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെലവുകൾ മാത്രം ഇതുവഴി ചെയ്താൽ മതി. അത് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയി തിരിച്ചു വരും. ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഈവൻ വെൻ സ്പെൻഡ് അതേഴ്സ്. മറ്റുള്ളവർ ചെലവാക്കിയാൽ പോലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത്. എവറി ടൈം യു സ്പെൻഡ് ₹10,000 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 crore ഇൻകം ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഓരോ തവണ ചെലവാക്കുന്ന ഈ 10,000 രൂപയുടെ എക്സ്പെൻസും അല്ലെങ്കിൽ സ്പെൻഡിങ്ങുകളും അത് 1 കോടി രൂപ തിരിച്ചു കിട്ടുന്ന അവസരത്തിലേക്ക് മാറുകയാണ്. ആൾ ദിസ് വിത്ത് സീറോ റിസ്ക്. ഇതെല്ലാം സീറോ റിസ്കിലാണ് നേടാൻ കഴിയുന്നത്. വേറെ റിസ്കുകളൊന്നും നമ്മൾ എടുക്കേണ്ടി വരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റുകളും വരുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്കിത് നേടാൻ കഴിയും.